കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്നാണ് പ്രഖ്യാപനം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പ് എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രഖ്യാപനം തട്ടിപ്പല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും മുഖ്യമന്ത്രി വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിൽ മറുപടിയും നൽകി. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിന്റെ ഉദയമാണ്. ചടങ്ങിൽ ആവേശമായി മമ്മൂട്ടി. 8 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെക്കാൾ ചെറുപ്പമാണ് കേരളത്തിനെന്ന മമ്മൂട്ടി. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പ്രഖ്യാപനം തട്ടിപ്പെന്നാരോപിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. രാഷ്ട്രീയ വാക്പോരിനും സർക്കാരിന്റെ പകിട്ട് വിളിച്ചോതുന്ന വമ്പൻ പരിപാടിക്കും സാക്ഷ്യം വഹിച്ചാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ദിനം കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.